ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ കണ്ടാൽ ഇന്നത്തെ എല്ലാ ദിവസത്തെ മോർണിംഗ് റൊട്ടീൻ ഇത് തന്നെയാണ്. പക്ഷേ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം മാറുമെന്നേ ഉള്ളൂ. ഇതാ എഴുന്നേറ്റു, കുളിച്ച് വന്ന് കുളിക്കുന്നതിന് മുമ്പ് ഞാൻ പെരയും തൂത്തിട്ടു മുറ്റവും തൂത്തിട്ടു എല്ലാം തൂത്തുവാരി കഴിഞ്ഞിട്ടാണ് പോയി കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് തേക്കാൻ നിൽക്കുന്നത്. വിളക്ക് തേച്ച് വിളക്ക് കത്തിച്ചു. 2 വിളക്കാണ് കേട്ടോ കത്തിക്കുന്നത്. ഒന്ന് സ്വാമിക്കും ഒന്ന് അല്ലാതെയുള്ള വിളക്കാണ് കത്തിക്കുന്നത്. അങ്ങനെ രണ്ടിടത്തും വിളക്കൊക്കെ കത്തിച്ചു. രാവിലെ ഈ വിളക്കൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാ ദിവസത്തിനെക്കാട്ടിലും, അതായത് മക്കൾക്കൊക്കെ വയ്യാതെ വരുമ്പോഴത്തേക്ക് ഞാൻ കത്തിക്കാറില്ല. അന്നേരം അങ്ങനെയുള്ള ദിവസങ്ങൾ ഒഴിച്ച് ഈ ദിവസങ്ങൾ എനിക്ക് എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. അന്നേരം കിഴങ്ങും ക്യാരറ്റും ബീൻസും കൂടെ ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, കൂട്ടത്തിൽ ചപ്പാത്തിയും. അപ്പോൾ കുക്കറിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടെ എടുത്ത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. എൻ്റെ കാന്താരിയാണ്, എൻ്റെ വീട്ടിലുണ്ടാകുന്ന കാന്താരിയാണ്, അതാണ് ഞാൻ ഇത്ര അഹങ്കാരത്തോടു കൂടി കാണിക്കുന്നത്. പച്ചമുളകും കൂടെ കാന്താരിയും ചേർക്കുന്നുണ്ട്. ഒരുപാട് കാന്താരി ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിനകത്തും പച്ചമുളകിനെക്കാട്ടി കൂടുതൽ കാന്താരിയാണ് ചേർക്കുന്നത്. പക്ഷേ ഇതിനകത്ത് രണ്ടും ഞാൻ ചേർത്തിട്ടുണ്ട്. കുക്കറിനോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ചപ്പാത്തിക്കുള്ള പൊടിയും നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അന്നേരം എൻ്റെ കൈക്ക് പണ്ടൊക്കെ കുഴയ്ക്കുന്നതിനൊന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴയ്ക്കാൻ ഇച്ചിരി പ്രശ്നമായിരിക്കുന്നതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടാണ് കുഴയ്ക്കുന്നത്. ചപ്പാത്തി നല്ല സോഫ്റ്റാണ് കേട്ടോ. അന്നേരം നമ്മൾ കൈ കുഴയ്ക്കുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി. മിക്സിയിൽ നല്ലോണം അടിച്ചു കഴിഞ്ഞ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കും. പിന്നെ നേരത്തേക്ക് മോൾ എഴുന്നേറ്റ് വന്ന് അവളിതേ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി അവൾ കയറിയിട്ടുണ്ട്. ഞാൻ മൊത്തം പരത്തി വെച്ചിട്ടുണ്ട്, അവളിതേ ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം കടുകിട്ട് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് സവാളയൊക്കെ ഇട്ട് സവാളയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നപ്പോഴത്തേക്ക് സവാള ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒന്നും നമ്മുടെ മല്ലിപ്പൊടി ഇടാറില്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു ദിവസം എനിക്കൊരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇടാം എന്ന് തോന്നി. അന്നേരം അന്ന് ഞാനൊരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ടു. പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അതുകൊണ്ട് ഞാനൊരു ശകലം ഒരു പേരിന് ഒരു കുഞ്ഞു സ്പൂണാണ് മല്ലിപ്പൊടിയുടെ, അന്നേരം അതിനുള്ള ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ലവണ്ണം മൂപ്പിച്ച് കുക്കറിനകത്തോട്ട് ആ ഒരു ഗ്രേവി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങൊക്കെ എടുത്തിട്ട് കൊടുത്ത് നല്ലവണ്ണം കയ്യിലുകൊണ്ട് നല്ലവണ്ണം ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കും കേട്ടോ. ഉടച്ച് നല്ലപോലെ എടുത്ത് എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കിയേക്കണം. കാരണം കിഴങ്ങൊക്കെ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്ക് ഇടുന്ന ഉപ്പാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കഴിക്കാനുള്ള ഞാനൊരു ഫാസ്റ്റിംഗ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. വണ്ണം കുറയുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം കുറേ കാലമായിട്ട് ഞാനിതൊക്കെ ശ്രമിക്കുകയാണ്. ചിയാ സീഡാണ് ഒരു സ്പൂണ് ഒരു 9-9:30 ആകുമ്പോൾ എടുത്ത് വെള്ളത്തിയിട്ട് 10 മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണിയാകുമ്പോൾ ഞാനത് കുടിക്കും. ഇത് അരച്ച് വെച്ച തേങ്ങയും കൂടെ കിഴങ്ങ് കറിക്കകത്തോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ കിഴങ്ങ് കറി സെറ്റായിട്ടുണ്ട്, ചപ്പാത്തി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കഴിയട്ടെ.